കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ 8ാമത്തെ ചാപ്റ്റർ കൺട്രോളിംഗ്, നിയന്ത്രണം എന്ന് പറയുന്ന 8ാമത്തെ പാഠത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഇതിൻ്റെ 1ാം ഭാഗത്തെ വീഡിയോ ആണിത്. എല്ലാവരെയും പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് എന്താണ് കൺട്രോളിംഗ് എന്ന് നോക്കാം. About the meaning of controlling. Controlling means ensuring that activities in an organization are performed as per the plans. മുൻകൂട്ടി നിശ്ചയിച്ച പ്ലാൻ പ്രകാരം കാര്യങ്ങൾ നടന്നോ എന്ന് പരിശോധിക്കലാണ് കൺട്രോളിംഗ്. നിയന്ത്രണം എന്ന കർത്തവ്യം മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൻ്റെ സീരീസിലെ ഏറ്റവും അവസാനത്തെ ഫങ്ഷനാണ്. ഇതിനു മുൻപായി നമ്മൾ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് തുടങ്ങിയ ഫങ്ഷൻസ് കാണുകയുണ്ടായി. ജീവനക്കാർക്ക് ആവശ്യമുള്ള മാർഗനിർദ്ദേശം നൽകിക്കഴിഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ സമയത്ത് നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞോ എന്ന് പരിശോധിക്കലാണ് കൺട്രോളിംഗ് എന്നുള്ള ഫങ്ഷൻ. ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളാണ് കൺട്രോളിങ്ങിൽ നടക്കുന്നത്. അവർക്ക് നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന ടാർഗറ്റുകൾ അവർ പൂർത്തീകരിച്ചോ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ അവർ നേടിയെടുത്തോ എന്ന് പരിശോധിക്കുന്ന, ഉറപ്പുവരുത്തുന്ന ഒരു പ്രവർത്തനമാണ് കൺട്രോളിംഗ്. So controlling means ensuring that activities in an organization are performed as per the plans. അപ്പോൾ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ മുൻ നിശ്ചയിച്ച പ്ലാൻ പ്രകാരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രവർത്തനമാണ് കൺട്രോളിംഗ്. Here managerial control implies the measurement of accomplishment against the standard and the correction or deviation to assure attainment of objectives according to the plans. കൺട്രോളിംഗ് എന്നുള്ള കർത്തവ്യത്തിലൂടെ മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ആ ലക്ഷ്യങ്ങൾ നേടിയെടുത്തോ എന്നുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് അവിടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുകയും മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡ്സ്, പ്ലാനിങ്ങിൻ്റെ സമയത്ത് നിശ്ചയിച്ചിട്ടുള്ള നിലവാരവുമായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് താരതമ്യം ചെയ്യുകയും എന്തെങ്കിലും ഡീവിയേഷൻസ്, വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ടാർഗറ്റ്, ആ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട തിരുത്തൽ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ്. അതിലൂടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രവർത്തനമാണ്, കർത്തവ്യമാണ് കൺട്രോളിംഗ്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻസ് റിസോഴ്സസ് ആർ ബീങ് യൂസ്ഡ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ഫോർ അച്ചീവ്മെൻറ്റ് ഓഫ് ദ പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. അപ്പോൾ ഈ കൺട്രോളിംഗ് ഫങ്ഷനിലൂടെ സ്ഥാപനത്തിന് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞോ, സ്ഥാപനത്തിൻ്റെ റിസോഴ്സസ്, വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പാദന വിഭവങ്ങൾ ഫലപ്രദമായിട്ട് ഗുണപരമായിട്ട് ഉപയോഗിച്ചു എന്ന് ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ഫലവത്തായിട്ടും കാര്യക്ഷമമായിട്ടും സ്ഥാപനത്തിൻ്റെ വിഭവങ്ങൾ വിനിയോഗിച്ചോ എന്ന് ഉറപ്പാക്കലുമാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കൺട്രോളിംഗ് ഫങ്ഷൻ്റെ പ്രത്യേകതകൾ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിംഗ്? പ്രധാനപ്പെട്ട 6 പോയിന്റുകളിലൂടെ കൺട്രോളിങ്ങിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ദ ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിംഗ്. ഫസ്റ്റ്ലി, കൺട്രോളിംഗ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് ഫങ്ഷൻ. കൺട്രോളിംഗ് ഒരു ലക്ഷ്യാധിഷ്ഠിത പ്രവർത്തനമാണ്, കർത്തവ്യമാണ്. ലക്ഷ്യങ്ങൾ നേടിയെടുത്തോ എന്ന് പരിശോധിക്കലാണ് ഇവിടെ. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ആ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നിലവാരം
നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിലയിരുത്തലാണ് ഇവിടെ. അതുകൊണ്ട് ഇതൊരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. കൺട്രോളിംഗ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് ഫങ്ഷൻ. ഇറ്റ് എൻഷുവേഴ്സ് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് പ്ലാൻഡ് ഒബ്ജക്റ്റീവ്സ്. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചോ എന്ന് ഉറപ്പാക്കലാണ് ഇവിടെ ചെയ്യുന്നത്. സോ കൺട്രോളിംഗ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് ഫങ്ഷൻ. ലക്ഷ്യാധിഷ്ഠിതമായിട്ടുള്ളൊരു കർത്തവ്യമാണ് കൺട്രോളിംഗ്. ദെൻ സെക്കൻഡ്ലി, കൺട്രോളിംഗ് ഈസ് എ പെർവസീവ് ഫങ്ഷൻ. മാനേജ്മെൻറ്റ് എല്ലാ തലങ്ങളിലും നിർവഹിക്കേണ്ടതായിട്ടുള്ളൊരു ഫങ്ഷനാണ് കൺട്രോളിംഗ്. കൺട്രോളിംഗ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് സർവ്വവ്യാപിയായിട്ടുള്ള ഒരു കർത്തവ്യമാണ്. പ്ലാനിംഗ് പോലെ തന്നെ കൺട്രോളിങ്ങും പെർവസീവാണ്. മാനേജ്മെൻറ്റ് എല്ലാ തലങ്ങളിലും നിർവഹിക്കേണ്ടതായിട്ടുള്ളൊരു ഫങ്ഷനാണ് കൺട്രോളിംഗ്. ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രമല്ല, ലോവർ ലെവലിലുള്ള സൂപ്പർവൈസേഴ്സ് പോലും കൺട്രോളിംഗ് നിർവഹിക്കുന്നുണ്ട്. സോ മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ടോപ്പ്, മിഡിൽ ആൻഡ് ലോവർ ലെവൽസ്, നീഡ് ടു പെർഫോം ദ കൺട്രോളിംഗ് ഫങ്ഷൻസ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും നിർവഹിക്കുന്ന ഒരു കർത്തവ്യം എന്ന നിലയിൽ കൺട്രോളിംഗ് പെർവസീവാണ്. അത് സർവ്വവ്യാപിയാണ്. സ്ഥാപനത്തിൻ്റെ എല്ലാ തലങ്ങളിലും നിർവഹിക്കപ്പെടേണ്ട ഒരു ഫങ്ഷനാണ്. ദെൻ തേർഡ്ലി സ്പീക്കിംഗ്, കൺട്രോളിംഗ് ഷുഡ് നോട്ട് ബി ദ ലാസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഫങ്ഷൻ്റെ ആ സീരീസിൽ ഏറ്റവും അവസാനത്തെ ഫങ്ഷനായിട്ട്, അഞ്ചാമത്തെ ഫങ്ഷനായിട്ട് നമ്മൾ കൺട്രോളിംഗ് ചർച്ച ചെയ്തെങ്കിലും ഇതൊരു ലാസ്റ്റ് ഫങ്ഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കൺട്രോളിങ്ങിലൂടെ അവിടെ കറക്റ്റീവ് ആക്ഷൻ സ്വീകരിച്ചുകൊണ്ട്, തിരുത്തൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട്, പ്ലാനുകൾ റിവൈസ് ചെയ്യണമെങ്കിൽ വീണ്ടും പ്ലാനുകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി തുടരുകയാണ് പ്രവർത്തന മാനേജ്മെൻറ്റിൻ്റെ. അതുകൊണ്ട് കൺട്രോളിങ്ങിൽ അവസാനിക്കുന്നു ഇല്ല മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് തിരിച്ചറിയണം. സോ കൺട്രോളിംഗ് ഷുഡ് നോട്ട് ബി ദ ലാസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ദാറ്റ് ബ്രിങ്സ് ബാക്ക് ദ മാനേജ്മെൻറ്റ് സൈക്കിൾ ബാക്ക് ടു ദ പ്ലാനിംഗ് ഫങ്ഷൻ. ദസ് കൺട്രോളിംഗ് ഓൺലി കംപ്ലീറ്റ്സ് വൺ സൈക്കിൾ ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ് ആൻഡ് ഇംപ്രൂവ്സ് പ്ലാനിംഗ് ഇൻ ദ നെക്സ്റ്റ് സൈക്കിൾ. അപ്പോൾ കൺട്രോളിംഗ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും അവസാന കർത്തവ്യമല്ല. കൺട്രോളിങ്ങിലൂടെ ചിലപ്പോൾ പ്ലാനുകൾ റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്ലാനിങ്ങിലൂടെ വീണ്ടും അത് സൈക്ലിക്കലായിട്ട് തുടരുകയാണ്. സോ കൺട്രോളിംഗ് ഈസ് നോട്ട് ദ ലാസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇറ്റ് കണ്ടിന്യൂസ്. And another cycle of management function begins after controlling. So controlling is not the last function of management. And fourthly, controlling is backward looking. മുൻകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തലാണ്, അല്ലെങ്കിൽ പുറകിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ബാക്ക്വേർഡ് ലുക്കിംഗ് ആണെന്ന് പറയാൻ സാധിക്കും. ഇന്നലകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. കഴിഞ്ഞ കാലങ്ങളെ വിലയിരുത്തലാണ്. പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷം ലക്ഷ്യങ്ങൾ നേടിയെടുത്തോ എന്ന് വിലയിരുത്തുന്ന ഒരു പിന്നോട്ടുള്ള തിരിഞ്ഞുനോട്ടമാണ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് ഇവാലുവേറ്റ്സ് ദ പാസ്റ്റ് പെർഫോമൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ്. മുൻകൂട്ടി ലക്ഷ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ ആ സ്റ്റാൻഡേർഡുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് വിലയിരുത്തുന്ന പ്രവർത്തനമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തലാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. സോ കൺട്രോളിംഗ് ഈസ് ബാക്ക്വേർഡ് ലുക്കിംഗ്. ആൻഡ് ഓൾസോ
കൺട്രോളിംഗ് ഇൻവോൾവ്സ് കറക്റ്റീവ് ആക്ഷൻ. കൺട്രോളിങ്ങിൻ്റെ കോർ എന്ന് പറയുന്നത് കറക്റ്റീവ് ആക്ഷനാണ്. ആക്ച്വൽ പെർഫോമൻസിന് സ്റ്റാൻഡേർഡുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ, പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആവശ്യമായുള്ള തിരുത്തൽ നടപടികൾ എടുക്കലാണ് കൺട്രോളിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത്. സോ കൺട്രോളിംഗ് ഇൻവോൾവ്സ് ദ കറക്റ്റീവ് ആക്ഷൻ. ആ തിരുത്തൽ നടപടികളാണ്. തുടർന്നും ഡീവിയേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കരുതലായിട്ട് ആവശ്യമായുള്ള കറക്റ്റീവ് ആക്ഷൻ സ്വീകരിക്കേണ്ടതുണ്ട്. സോ ദ കറക്റ്റീവ് ആക്ഷൻ ഈസ് ആക്ച്വലി ദ എസൻസ് ഓഫ് ദിസ് കൺട്രോളിംഗ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. The controlling function finds out how far actual performance deviate from the standards, analyzes the causes of such deviation and attempts to take corrective action based on that deviation. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്തുകൊണ്ട് അവിടെ മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡുമായിട്ട് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യതിയാനമുണ്ടെങ്കിൽ ആ കാരണങ്ങളെ എന്തുകൊണ്ടാണ് വ്യതിയാനം സംഭവിച്ചത് അതിനുള്ള കാരണങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള തിരുത്തൽ നടപടികൾ വേണമെങ്കിൽ സ്വീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. സോ കൺട്രോളിംഗ് ഇൻവോൾവ്സ് കറക്റ്റീവ് ആക്ഷൻ. ആൻഡ് ലാസ്റ്റ്ലി സ്പീക്കിംഗ്, കൺട്രോളിംഗ് ഈസ് ഓൾസോ ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ. കൺട്രോളിംഗ് ഈസ് ഓൾസോ ഫ്യൂച്ചറിസ്റ്റിക്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഭാവിയെ ഉറ്റുനോക്കുന്ന ഒന്നുകൂടിയാണ്, അല്ലെങ്കിൽ നാളേക്ക് വേണ്ടി പെർഫോം ചെയ്യപ്പെടുന്ന ഒരു ഫങ്ഷൻ കൂടിയാണ് കൺട്രോളിംഗ്. കൺട്രോളിംഗ് ഈസ് ഓൾസോ ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ. ഫ്യൂച്ചറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് കൺട്രോളിംഗ്. നമുക്കറിയാം, കഴിഞ്ഞുപോയ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല. അവിടെ കൺട്രോളിംഗ് ഫങ്ഷൻ റെലവൻസ് എന്ന് പറയുന്നത് അവിടെ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ വേണ്ട കറക്റ്റീവ് ആക്ഷൻ എടുക്കുകയും ഫ്യൂച്ചറിൽ ആ ഡീവിയേഷൻ ആവർത്തിക്കുന്നത് തടയുകയും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കൺട്രോളിംഗ് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഭാവിയെ ഉറ്റുനോക്കുന്നതാണ്, നാളേക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞുപോയതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെങ്കിലും കൺട്രോളിംഗ് ഫങ്ഷൻ നിർവഹിക്കുന്നതിലൂടെ ഡീവിയേഷൻസ് ഫ്യൂച്ചറിൽ ആവർത്തിക്കാതിരിക്കാൻ, ആ ഡീവിയേഷൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയും ആവശ്യമായുള്ള കറക്റ്റീവ് ആക്ഷൻ സ്വീകരിക്കുന്നതിലൂടെ ആ ഡീവിയേഷൻ ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളുണ്ടാകുന്നു. സോ കൺട്രോളിംഗ് ഈസ് ഓൾസോ ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ. കഴിഞ്ഞുപോയ കാര്യങ്ങളെയാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിലും അവിടെ കൺട്രോളിങ്ങിലൂടെ അവിടെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അവ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണത്. സോ കൺട്രോളിംഗ് ഈസ് ഓൾസോ ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ. Analyzing the deviations helps in formulation of future plans in the light of the problems that were identified. This helps in better planning in the future periods. അപ്പോൾ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കൺട്രോളിംഗ്. കാരണം ഡീവിയേഷത്തിൻ്റെ വെളിച്ചത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് വിലയിരുത്തുകയും ഫ്യൂച്ചർ പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള കണ്ടെത്തലുകൾ അതിലൂടെ ലഭിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാവി പ്ലാനിങ്ങിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുന്നു കൺട്രോളിങ്ങിലൂടെ. സോ കൺട്രോളിംഗ് ഈസ് ഓൾസോ ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ. പ്രധാനമായിട്ടും 6 ഫീച്ചേഴ്സാണ് കൺട്രോളിങ്ങിൻ്റെ ചർച്ച ചെയ്തത്. ഏതൊക്കെയാണ് ആ ഫീച്ചേഴ്സ് ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ്ലി, കൺട്രോളിംഗ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് ഫങ്ഷൻ. ലക്ഷ്യാധിഷ്ഠിതമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്, ഒരു കർത്തവ്യമാണ് കൺട്രോളിംഗ്. ആൻഡ് സെക്കൻഡ്ലി, കൺട്രോളിംഗ് ഈസ് എ പെർവസീവ് ഫങ്ഷൻ. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും ആവശ്യമുള്ള ഒരു സർവ്വവ്യാപിയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, പ്രക്രിയയാണ് കൺട്രോളിംഗ്. ആൻഡ് തേർഡ്ലി, കൺട്രോളിംഗ് ഷുഡ് നോട്ട് ബി ദ ലാസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ അവസാന
കർത്തവ്യമല്ല ഇത്. അവിടെ പ്ലാനിങ്ങിലൂടെ വീണ്ടും ആ സൈക്കിൾ പുനരാരംഭിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് മോർ ഓവർ കൺട്രോളിങ് ഈസ് എ ബാക്ക്വേർഡ് ലുക്കിംഗ്. ഇന്നലകളുടെ പ്രവർത്തനമാണ് വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നോട്ടുള്ളൊരു തിരിഞ്ഞുനോട്ടമാണ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ് കൺട്രോളിങ് എന്ന് പറയാം. മോർ ഓവർ കൺട്രോളിങ് ഇൻവോൾവ്സ് കറക്റ്റീവ് ആക്ഷൻ. തിരുത്തൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് കൺട്രോളിങ്ങിൻ്റെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം. ആൻഡ് ലാസ്റ്റ്ലി കൺട്രോളിങ് ഈസ് ഓൾസോ ഫ്യൂച്ചറിസ്റ്റിക്. നാളേക്കൂടെ വേണ്ടിയാണ് കൺട്രോളിങ് നിർവഹിക്കുന്നത്. ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ അത് സഹായിക്കുന്നുണ്ട് കൺട്രോളിങ്. സോ കൺട്രോളിങ് ഈസ് ഓൾസോ ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് കൺട്രോളിങ്ങിന് നമ്മൾ കണ്ടത്. അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൺട്രോളിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ്. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് കൺട്രോളിങ് എത്ര പ്രാധാന്യം അറിയിക്കുന്നു? ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് കൺട്രോളിങ്. പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഫസ്റ്റ്ലി, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. സ്ഥാപന ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സഹായിക്കുന്നത് കൺട്രോളിങ് ഫങ്ഷനിലൂടെയാണ്. ബിക്കോസ് ഇറ്റ് മെഷേഴ്സ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് കമ്പയർസ് വിത്ത് ദ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. ദിസ് ഹെൽപ്സ് ടു ടേക്ക് വേരിയസ് കറക്റ്റീവ് ആക്ഷൻ ഇൻ ടൈം. അപ്പോൾ കൺട്രോളിങ്ങിലൂടെ ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്തിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നു. തീർച്ചയായിട്ടും കറക്റ്റീവ് ആക്ഷൻ സ്ഥാപന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നു. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ കൺട്രോളിങ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു ഇഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം സ്ഥാപനത്തിലുണ്ടെങ്കിൽ അത് ജീവനക്കാരെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യും. കാരണം ആ കൺട്രോളിങ്ങിലൂടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുമെന്നും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിവോട് കൂടിയിട്ട് ജീവനക്കാർ ആത്മാർത്ഥതയോടെ ജോലി ചെയ്തിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ടാസ്കുകൾ, ആ ലക്ഷ്യങ്ങൾ, ടാർഗറ്റുകൾ വേഗത്തിൽ നേടിയെടുക്കാൻ അതിലൂടെ കഴിയുന്നുണ്ട്. അപ്പോൾ കൺട്രോളിങ്ങിലൂടെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രാധാന്യമെന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് കൺട്രോളിങ് പ്രാധാന്യം അറിയിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിൽ കൺട്രോളിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് മോട്ടിവേറ്റ്സ് ദ വർക്കേഴ്സ് ടു അച്ചീവ് ദ ടാർഗറ്റ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ആൻഡ് സെക്കൻഡ്ലി, ഇറ്റ് ഹെൽപ്സ് ഇൻ ജഡ്ജിങ് ദ ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്. പ്ലാനിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യുന്നത്, ടാർഗറ്റുകൾ, നമ്മൾ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത്. ആ ലക്ഷ്യങ്ങൾ എത്രമാത്രം കൃത്യതയാർന്നതായിരുന്നു, അത് ജീവനക്കാരെ സംബന്ധിച്ച് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ അറ്റൈൻ ചെയ്യാൻ കഴിയുന്നതാണോ, ആ രീതിയിൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ആക്യുറസി നമുക്ക് ജഡ്ജ് ചെയ്യാനും കൺട്രോളിങ്ങിലൂടെ സാധ്യമാണ്. ഇറ്റ് ഹെൽപ്സ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ദ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് which helps to revise the standards if needed. അപ്പോൾ എല്ലാവരും വളരെ ഈസി ആയിട്ട് സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ആവറേജ് വർക്കർക്കും വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ലോ പെർഫോമിംഗ് വർക്കർക്കും അറ്റൈൻ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ സ്റ്റാൻഡേർഡുകൾ ഉയർത്തി നിശ്ചയിക്കേണ്ടതുണ്ട്. എന്നാൽ ആർക്കും തന്നെ ഇത് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ നമ്മളെന്താണ് വളരെ ഹൈ ലെവലിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അവിടെ നെക്സ്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം, ആ നമ്മൾ ഫിക്സ് ചെയ്ത ടാർഗറ്റുകൾ താഴ്ത്തി നിശ്ചയിക്കണം. അപ്പോൾ ഇത്തരത്തിൽ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ പ്ലാനുകൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് കൺട്രോളിങ്ങിലൂടെയാണ്. കൺട്രോളിങ്ങിലൂടെ നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നുണ്ട്. അവിടെ അതിനെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡാണ് പ്രശ്നമെങ്കിൽ ആ സ്റ്റാൻഡേർഡ് കൂട്ടാനോ കുറയ്ക്കാനോ അടുത്ത പ്ലാനുകൾ റിവൈസ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സോ കൺട്രോളിങ്
ഹെൽപ്സ് ഇൻ ജഡ്ജിങ് ദ ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്. ആ സ്റ്റാൻഡേർഡ്സിൻ്റെ സ്യൂട്ടബിലിറ്റി പരിശോധിക്കാനും കൺട്രോളിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. ദെൻ മൂന്നാമതായി, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. കൺട്രോളിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന പരിശോധനയാണ്. റിസോഴ്സസ് ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്ഥാപന ലക്ഷ്യങ്ങൾ എഫിഷ്യൻ്റായിട്ട് ഇഫക്റ്റീവായിട്ടും അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞോ എന്ന് പരിശോധിക്കാനും കൺട്രോളിങ് സഹായിക്കുന്നുണ്ട്. അതിലൂടെ റിസോഴ്സസിൻ്റെ എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ അവിടെ ഉറപ്പാക്കുന്നു. സോ കൺട്രോളിങ് ഹെൽപ്സ് ഇൻ ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ അവിടെ ആ കറക്റ്റീവ് ആക്ഷൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ വേസ്റ്റേജസ് ഓഫ് റിസോഴ്സസ്. ഒന്നും വേസ്റ്റാക്കി കളയാതെ, കാരണം ഇഫക്റ്റീവായിട്ട് എന്താണ് ഒരു കൺട്രോൾ മെക്കാനിസം സ്ഥാപനത്തിലുണ്ടെങ്കിൽ അവിടെ വർക്കേഴ്സൊക്കെ എന്താണ് എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്യും, അവിടെ വേസ്റ്റേജസ് വളരെ റെഡ്യൂസ് ചെയ്യും. അതിലൂടെ സ്ഥാപനത്തിൻ്റെ റിസോഴ്സസ് വളരെ ഫലവത്തായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ കഴിയും. ആൻഡ് ഫോർത്തലി സ്പീക്കിംഗ്, ഇറ്റ് ഇംപ്രൂവ്സ് ദ എംപ്ലോയി മോട്ടിവേഷൻ. Employees are aware about that, what is expected from him, so that they will be motivated. അപ്പോൾ ഓരോ ജീവനക്കാരനും അവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അവർക്ക് ഫിക്സ് ചെയ്ത് നൽകിയിരിക്കുന്ന ടാർഗറ്റുകൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ്, ഓരോരുത്തർക്കും ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു കൺട്രോൾ സിസ്റ്റം തീർച്ചയായിട്ടും ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യാൻ അവരെ പ്രചോദിപ്പിക്കും. ആൻഡ് ഫിഫ്ത്ലി സ്പീക്കിംഗ്, ഇറ്റ് എൻഷുവേഴ്സ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. എല്ലാത്തിനും ഒരു ക്രമവും അച്ചടക്കം സ്ഥാപനത്തിൽ ഉണ്ടാക്കാനുമൊക്കെ കൺട്രോളിങ് സഹായിക്കും. ക്ലോസ് വാച്ച് ഓൺ ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് മേക്ക് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. കാരണം കൺട്രോൾ സിസ്റ്റം ഉള്ളപ്പോൾ ഓരോ വർക്കറിൻ്റെ പ്രവർത്തനങ്ങളും അവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അവിടെ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുന്നതിലൂടെ സ്ഥാപനത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടയും ഒരു ജീവനക്കാർക്ക് അച്ചടക്കവും ഒക്കെ ഉണ്ടാക്കാൻ അത് സഹായിക്കും. ആൻഡ് ലാസ്റ്റ്ലി, ഇറ്റ് ബ്രിങ്സ് കോർഡിനേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഏകോപനം സ്ഥാപനത്തിലുണ്ടാക്കാനും കൺട്രോളിങ് സഹായിക്കുന്നുണ്ട്. An effective system of controlling is essential to coordinate the activities of employees and departments. ഒരു സ്ഥാപനത്തിലെ വിവിധ വ്യക്തികളുടെയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും കൺട്രോളിങ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. These all are the points of importance of controlling in an organization. നമുക്കൊന്നുകൂടി ആ പോയിൻറ്റ്സ് റിവൈസ് ചെയ്ത് നോക്കാം. What are the points of importance of controlling in an organization? Firstly, accomplishment of organizational goals. Secondly, judging accuracy of standards. And thirdly, efficient use of resources. Improving employee motivation. And fifthly, ensures order and discipline. And lastly, coordination in the organization. Coordination of different departments and persons in the organization. These all are the points of importance of controlling. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 3 ഏരിയാസാണ് ചർച്ച ചെയ്തത്. എന്താണ് കൺട്രോളിംഗ് എന്ന് കണ്ടു, കൺട്രോളിങ്ങിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് നമ്മൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു സ്ഥാപനത്തിൽ കൺട്രോളിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്. കൺട്രോളിംഗ് എന്നുള്ള ഈ പാഠത്തിലെ ഒന്നാമത്തെ വീഡിയോ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.